ഇന്നത്തെ എൻ്റെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അന്നൊരു പിടി ആയിട്ടാണ് വന്നിട്ടുള്ളത്, അരിപ്പൊടി കൊണ്ടുള്ള പിടി. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമുക്ക്. ആദ്യം ഒരു കഷ്ണം 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ ഇട്ട് ഇതായി നല്ല ശേഷം പിന്നെ ഒരു ഉരുളൻകിഴങ്ങ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയത്, ക്യാരറ്റ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയത്, പച്ചമുളക് 3 ഇതെല്ലാം ഇട്ട് നന്നായി വാടി വന്ന് ഒരു ടേബിൾ സ്പൂൺ നമ്മൾ ഇതുണ്ടല്ലോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. നന്നായിട്ട് ഇളക്കിയെടുത്ത ശേഷം അതിലേക്ക് 1/4 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് ഒപ്പിച്ചെടുത്ത ശേഷം പിന്നെ ഒരു സവാള നല്ല കട്ടില്ലാതെ മുറിച്ചിട്ട് അത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് വാട്ടിയെടുക്കുക. വാട്ടിയെടുത്ത ശേഷം പിന്നെ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. വാടാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടിട്ട് നന്നായിട്ട് അടച്ച് വെക്കുക. അപ്പോൾ നന്നായിട്ട് വാടി വരും. അങ്ങനെ അതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി ചേർക്കരുതിട്ട്. അതിനുശേഷം നന്നായിട്ട് ഇളക്കരുത്. പിന്നെ ബോൺസും ചിക്കനാണിത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. വേവിച്ചെടുത്ത ശേഷം പിന്നെ ആവശ്യത്തിന് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേവാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ നന്നായിട്ട് മൂടി വെച്ചതിന് ശേഷം നന്നായി വേവിച്ചെടുക്കുക. പിന്നെ ഗരം മസാല 1/4 സ്പൂൺ ഗരം മസാല, ഒരു തക്കാളി കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കൊടുക്കുക. എന്നശേഷം ഉപ്പൊക്കെ ഉണ്ടോ പാകം ഉണ്ടോ നോക്കുക. ഉപ്പില്ലാതെ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് പൊടി വാട്ടാൻ വെക്കുക. ഇങ്ങനെ കണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻസൊക്കെ അറിയിക്കുക. ഇത് 250 ml ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് പൊടിയാണ്. ഇതിലേക്ക് 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് വാട്ടിയെടുക്കാം. അതിന് 2.5 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ വാട്ടി വന്നതിന് ശേഷം പിന്നെ അത് ചെറിയ ചെറിയ ഉണ്ടകളാക്കിയിട്ട് അതിന് ആവിയിൽ വെക്കുക. ആവിയിൽ വെച്ച് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ചൂടാറിയതിന് ശേഷം കറിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കട്ടില്ലാത്ത രണ്ടാമത്തെ പാലുണ്ടാവില്ല, തേങ്ങാപ്പാൽ, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ചതൊന്ന് മൂടി വെച്ചതിന് ശേഷം ഒന്ന് നന്നായി സെറ്റായി കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കട്ടിയുള്ള തേങ്ങാപ്പാലുണ്ടാവുമല്ലോ, ഇത് ഒന്ന് വന്ന് ഇതിലേക്കൊക്കെ മസാലയൊക്കെ പിടിച്ചതിന് ശേഷം പിന്നെ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. ഒന്ന് വറ്റിച്ചതിന് ശേഷം പിന്നെ കട്ടിയുള്ള തേങ്ങാപ്പാൽ. നല്ല അടിപൊളി ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട്. ബോൺസും ചിക്കനും കൊണ്ട് ഈ പച്ചക്കറി എല്ലാം കൂടെ ആകുമ്പോൾ നല്ല രസമാണ് തിന്നാൻ. നല്ല ടേസ്റ്റ് ഉള്ളൊരു മല്ലിച്ചപ്പ്, കരിവേപ്പിൻ്റെ ഇല ഇതൊക്കെ ലാസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക് എന്ന് പറഞ്ഞ മാതിരി തന്നെ നല്ല രസമാണ് തിന്നാൻ. മസാല